ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബിസ്കോഫ് കുക്കീസ് റെഡിയാക്കിയാലോ? പെട്ടെന്ന് റെഡിയാക്കാം. വീട്ടിലെല്ലാം ലോട്ടസ് ബിസ്ക്കറ്റ് എങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസം വിചാരിക്കുന്നു ഇതിനെ കൊണ്ട് എന്താ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഈ ഒരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ ഞാനിതാ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടിയിലോട്ട് ഒരു അരക്കപ്പോളം മൈദ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇതുമെല്ലാം ഇട്ടിട്ട് എന്താ പറയുക, നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ വേറൊരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, അൺസോൾട്ടഡ് ബട്ടർ. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത്, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് മൈദ മിക്സ് ഉണ്ടല്ലോ, ആ പൊടികൾ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി നമുക്കിത് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ട്രേയിലോട്ട് മാറ്റാം. ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ച് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇതിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആവും. അപ്പോഴേക്ക് എന്താ പറയുക, അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കണം, കാരണം ഇത് ഇനിയിപ്പോൾ കുറച്ച് വലുതാവും കുക്കാകുന്നതിന്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ട്രേയിൽ 6 വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓവനിലോട്ട് മാറ്റാം. ഇനി ഇതവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മേലയിൽ തേക്കാനുള്ള ക്രീം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ബിസ്ക്കറ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ ലോട്ടസിൻ്റെ, അതും ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇതിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 കപ്പോളം പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണം. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു ക്രീം റെഡിയാക്കണം. അങ്ങനെ നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കീസെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ലോട്ടസിൻ്റെ ഒരു ഫ്ലേവർ അറിയാലോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഈ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് മുഞ്ചാക്കിയതാണ്. ഇനി ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ആ ക്രീം എടുത്തിട്ട് മേലെ ഒന്ന് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കണ്ടോ, ഇതിൻ്റെ മേലെ ഈ ക്രീം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടി ഉണ്ടല്ലോ, അത് ആദ്യം നമ്മൾ കുറച്ചത് മാറ്റി വെക്കണം. ആ പൊടി അത് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിക്ക്. ഇനിയിപ്പം മറ്റേ ബാക്കിയുള്ള കുക്കീസും റെഡി ആയിട്ടുണ്ട്. അത് അടിയും മേലെയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. ഇതിൻ്റെ മേലെ ഇതേപോലെ ക്രീം വെറുതെ ഒന്ന് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിസ്കോഫ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ക്രീം തന്നെ വേണമെന്നില്ല, വെറുതെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.